ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം, അദ്ദേഹം നൽകപ്പെട്ടിട്ടുള്ള നിഅമത്തിനെ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചിട്ടാ പറയുന്നത്. അവിടെ കൂടിയ രാജദർബാറിലും അതുപോലെ തന്നെ സൈന്യങ്ങളും ആ നാട്ടുകാരും ഒക്കെ അടക്കമുള്ള ദർബാറിൽ വെച്ച് തന്നെയാണ് പ്രഖ്യാപിക്കുന്നത്. യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ആമായി എല്ലാവരെയും വിളിച്ചറിയിക്കുകയാണ് നൽകപ്പെട്ട അനുഗ്രഹം. പക്ഷികളുടെ സംസാരവും ഭാഷയൊക്കെ എനിക്കറിയാം, അത് നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. അങ്ങനെ ഒരു പ്രത്യേകം നിഅമത്ത് എടുത്തു പറയാമോ? ഇതൊരു ഫഖ്റാവില്ലേ? മുഫസ്സിറുകൾ ചർച്ച ചെയ്യുന്നു. ഇവിടെ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് എടുത്തു പറഞ്ഞതില്ലെന്ന് നമുക്ക് നമ്മുടെ നിഅമത്തുകൾ എന്ത് ചെയ്യാം? വിളിച്ചു പറയാം. പക്ഷെ വിളിച്ചു പറയുമ്പോഴുള്ള ഉദ്ദേശം നന്നാവണം എന്ന് മാത്രം. എനിക്കെന്റെ നിഅമത്തുകൾ അത് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞില്ലേ, വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. നമുക്ക് എല്ലാവർക്കും മനപ്പാടുള്ള സൂറത്താണിത്. എന്താണ് അതിന്റെ അർത്ഥം? വഅമ്മാ ബിനിഅമതി റബ്ബിക, യജമാനനായ നിന്റെ രക്ഷിതാവ് നിനക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകൾ, ഫഹദ്ദിസ്, നീ അത് പറയണം. നീ അത് പറയണം എന്നാണ്. ആ നിഅമത്തുകളെ നീ അറിയിക്കണം, ആളുകളോട് പറയണം. അപ്പൊ നിഅമത്തുകൾ മൂടി വെക്കല്ല വേണ്ടത്. നിഅമത്തുകൾ ഉള്ള നിഅമത്തുകൾ പ്രകടിപ്പിക്കാം, പക്ഷേ അത് വളരെ വിനയത്തോടു കൂടിയായിരിക്കണം. ഇന്നിപ്പോ ഇല്ലാത്തതിന്റെ പേരിൽ വരെ പറഞ്ഞു നടക്കുന്ന കാലാണ്. ഉള്ളതുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ ശേഷം ചില വാചകങ്ങൾ ചേർക്കാറുണ്ടായിരുന്നു. ഉദാഹരണം നമുക്ക് ഹദീസുകളിലൊക്കെ കാണാം. അന സയ്യിദു ഉൽദി ആദം, ആദം സന്തതികളുടെ മുഴുവൻ നേതാവാണ് ഞാൻ. എന്നിട്ട് പറയണേ ലാ ഫഖറ, ലാ ഫഖറ. എന്തായതിനർത്ഥം? ഫഖർ പറയല്ലട്ടോന്ന്. ഞാൻ അഹങ്കാരം പറയണതല്ല. ആദം സന്തതികളുടെ മുഴുവനും നേതാവാണ് പരലോകത്താര്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് ലോകത്തും. ഇനി മാത്രല്ല, അന അവ്വലു, ഞാൻ ഒന്നാമത്തെ വ്യക്തിയാണ്. ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക്, പൊട്ടിപ്പിളർന്ന് ഖബറിലേക്ക് പുറപ്പെടുന്നവരിൽ ഒന്നാമത്തെ വ്യക്തി ഞാനായിരിക്കും. ലാ ഫഖറ, ഫഖർ പറയല്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ലിവാഉൽ ഹംദ്, അത്യുന്നതമായ അൽ ഹംദിന്റെ ലിവാ എന്റെ കയ്യിലായിരിക്കും, എന്റെ കീഴിലായിരിക്കും. അങ്ങനെ ആ പ്രത്യേകം ചില നിഅമത്തുകൾ. പിന്നെ ആദ്യമായി സ്വർഗത്തിന്റെ ഡോർ മുട്ടി തുറക്കുന്നത്, അതിന് അനുവാദം നൽകപ്പെടുന്നത് എനിക്കായിരിക്കും. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഉള്ള കാര്യങ്ങളാ. 100% അള്ളാഹ് പറയാൻ പറഞ്ഞിട്ട് പഠിപ്പിച്ച കാര്യങ്ങളാണ്. അത് പറയുമ്പോ പോലും അള്ളാന്റെ റസൂൽ എന്താ പറയുന്നത്? ഫലാ ഫഖറ, ഞാനൊരു ഫഖർ പറയുകയല്ല. അപ്പൊ അങ്ങനെ ഒരു ഫഖറിന്റെ ഉദ്ദേശമില്ലാതെ റബ്ബ് തന്ന നിഅമത്തുകൾ ഒരാളുടെ മുമ്പിൽ പറയുന്നതോ പ്രകടിപ്പിക്കുന്നതോ എന്തല്ല, തെറ്റല്ല. ചിലപ്പോൾ അനിവാര്യവുമായി വരും, ആവശ്യവുമായി വരും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഉദാരമായി നൽകിയിട്ടുള്ള നിഅമത്തുകളെ വിളിച്ചു പറയുമ്പോൾ പോലും എന്ത് ചേർത്ത് പറയാണ്? ലാ ഫഖറ, ഇതൊരു ഫഖർ പറയുകയല്ല. എന്റെ റബ്ബ് എനിക്ക്, അത് അള്ളാന്റെ കൽപ്പന പ്രകാരം പറഞ്ഞതാ. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അപ്പൊ ഇവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയ ഈ പക്ഷികളുടെ സംസാരം കേൾക്കുവാനുള്ള, അത് മനസ്സിലാക്കുവാനുള്ള ആ ഫഹ്മ്, ആ ഗ്രാഹ്യത ആർക്ക് നൽകി? അത് പ്രത്യേകം എടുത്തു പറയാണ്. മാത്രല്ല, രാജത്വ പദവിയിൽ നിന്ന്, രാജത്വ പദവിയുടെ സമ്പൂർണതയ്ക്ക് ആവശ്യമായതെല്ലാം നൽകപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉടനെ പറഞ്ഞതെന്താ? ഇന്ന ഹാദാ ലഹുവൽ ഫളുൽ മുബീൻ. ഇതൊക്കെ വ്യക്തമായ റബ്ബിന്റെ ഔദാര്യമാണ്, ഔദാര്യമാണ്. അങ്ങകലെ ദൂരരാജ്യത്ത് നിന്ന് സബയിലെ റാണിയുടെ സിംഹാസനം കൊണ്ടുവരപ്പെട്ട ചരിത്രം ഈ അധ്യായത്തിൽ വരുന്നുണ്ട്. ആ കൊട്ടാരം തന്റെ മുമ്പിൽ, ആ സിംഹാസനം മുമ്പിൽ വന്നപ്പോഴും പറഞ്ഞതെന്താ? ഹാദാ മിൻ ഫളുലി റബ്ബീൻ. അപ്പൊ ഇത്
മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യേകം ഓർക്കാണ്, അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു.